ഹലോ, എവിടെ മക്കളെല്ലാവരും നോമ്പായിട്ട് എന്തായി? നമ്മൾ നോമ്പ് തുറക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക കേട്ടോ. ഫ്രൂട്ട്സുകളൊക്കെ ചരകരാന്ന് വെട്ടി വെച്ചിട്ടുണ്ട്. ആളുകൾ കുറച്ചുണ്ടാകുന്നുണ്ട്. പിന്നെ റൂഅഫ്സൻ്റെ വെള്ളം നമ്മൾ കലക്കുക കേട്ടോ. വെറും വെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് കുറച്ച് നാരങ്ങ സ്ലൈസ് ആയിട്ട് ഇടുക. പിന്നെ കുറച്ച് പുതിനച്ചപ്പും വെട്ടിയിടണം. അതാണ് സെറ്റപ്പ്. ഇത് കുടിക്കാൻ നോമ്പ് തുറന്ന പാടൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. പിന്നെ വലിയ ടൈറ്റ് ഉണ്ടാവില്ല, ലൈറ്റ് മധുരം ഇടാൻ പാടുള്ളൂ. പിന്നെ എണ്ണക്കടികൾ എന്ന് പറഞ്ഞാൽ ഓരോന്നര എണ്ണക്കടികളായിരിക്കും കേട്ടോ. നമ്മൾ നോമ്പിനാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കുത്തിക്കയറ്റുന്ന സമയമാണ്. കാരണം എല്ലാവരും പറയും നോമ്പിന് നമ്മൾ പിന്നെ തടി കുറയും. പണ്ടൊക്കെ ആണെങ്കിൽ കുറയും, ഇപ്പം കുറയില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ പല സൈസ് എണ്ണക്കടികൾ കൊണ്ട് നമ്മളെന്താക്കുക, നമ്മളെ വയറിനെ അങ്ങോട്ട് സൂയിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളിൽ സംഭവം പിന്നെ കയറ്റി നമ്മൾ സ്റ്റോക്ക് ആക്കുന്ന നോമ്പിൻ്റെ ഒരു മാസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയും, അയ്യോ അങ്ങനെ ആയി ഇങ്ങനെ ആയി, ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ എന്ന് പറയും. പക്ഷേ കാണുമ്പോൾ നമ്മൾ തിന്നാൻ എടുക്കില്ല. കറുങ്ങുറായിട്ട് സമൂസൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ തിന്നുമ്പോണ്ടല്ലോ വേറെ. പിന്നെ ഇത് ഉള്ളിവട, ഒരു രക്ഷയില്ല ഉള്ളിവട. പിന്നെ ഇത് ഏലസ് പോലെ പിന്നെ മുട്ട അതിനുള്ളിലുള്ള. പിന്നെ ഇത് മുട്ട ബജി, സമൂസ 3 ഐറ്റംസ് ഉണ്ട്. ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം പറഞ്ഞാൽ ജഗപക. പിന്നെ പഴംപൊരി, കേരളത്തിൻ്റെ സ്വന്തം പഴംപൊരി. പിന്നെ ഈത്തപ്പഴം ബജി. അങ്ങനെ കിടക്കുന്ന സംഭവം. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് 2 ഗ്ലാസ്സിൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ജ്യൂസ് സ്വീറ്റ് വേണം കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുതേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.